അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീഡ് ഗുഡ്നെസ് അല്ലേ, നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലേ നമുക്ക് കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ? വളത്തിൻ്റെ പ്രശ്നങ്ങൾ. നല്ലപോലെ വളം ഇട്ട് കൊടുക്കണം. വളം എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത്? നല്ല ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ മണ്ണിൽ എത്തിയാലാണ് ചെടികൾക്ക് അത് അബ്സോർബ് ചെയ്തിട്ട് അവർക്കത് ഫുഡാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ പെസ്റ്റ്, കീടങ്ങളുടെ അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കർഷകർ ചെയ്ത കംപ്ലീറ്റ് പണി വേസ്റ്റായി പോകും. അപ്പം അത് കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. പിന്നെയാണ് വാട്ടർ അവൈലബിലിറ്റി അല്ലേ, നല്ല വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണ് നമ്മുടെ മിഡിൽമെൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് കർഷകർ എന്ത് ചെയ്യുന്നുണ്ടാവും? കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് വിളവെടുത്ത് അത് വിൽക്കാനാവുമ്പം ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ടാവും. അവരെന്ത് ചെയ്യും? വളരെ കുറഞ്ഞ വിലയ്ക്ക് കർഷകരെടുത്ത് വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കും. അപ്പോൾ ഇതിൽ കർഷകർക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലെ, അവർക്ക് അവർ ചെയ്ത ജോലിയുടെ കാര്യം കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെയാണ് ലാക്ക് ഓഫ് സ്പേസ് അല്ലേ, അവർക്ക് എന്തില്ല? കർഷകർക്ക് കൃഷി ചെയ്യാൻ ഇപ്പോൾ സ്ഥലം കുറഞ്ഞു വരികയാണ്, കാരണം നമ്മളെല്ലാം ബിൽഡിങ്ങുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ കർഷകരെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിൽ. സോ ആദ്യം തന്നെ നമ്മുടെ ലാൻഡ് അല്ലേ, നമ്മൾ ആദ്യം തന്നെ ഒരു പ്രശ്നം എന്താ പറഞ്ഞത്? ലാക്ക് ഓഫ് സ്പേസ് അല്ലേ, കർഷകർക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഈ സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് മക്കളെ. അപ്പോൾ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക? നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചാക്കിൽ കൃഷി ചെയ്യാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ചാക്കിൻ്റെ അകത്ത് മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ അക്വാപോണിക്സ് ചെയ്യാം. അക്വാപോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്ഥലം അല്ലേ, അക്വേറിയവും ഉണ്ടാകും. അക്വേറിയത്തിൻ്റെ അകത്ത് നമ്മൾ ഫിഷസിനെ വളർത്തുമ്പോൾ നമുക്ക് അവിടെ പിസിക്കൾച്ചറും നടക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ചെടികളും കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ 2 തരത്തിലുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയാണ് ഫാമിംഗ് ഇൻ പെറ്റ് ബോട്ടിൽസ്. സാധാരണ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കളയുകയാണ് ചെയ്യുക അല്ലേ. പകരം നമ്മൾ എന്താണ് നമ്മുടെ എൻവയോൺമെന്റിന് പോലും ദോഷമില്ലാത്ത രീതിയിൽ ഈ പെറ്റ് ബോട്ടിൽസിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതിയും മറികടക്കാൻ പറ്റും, നമ്മുടെ എൻവയോൺമെന്റിന്റെ മലിനീകരണവും ഒഴിവാക്കാൻ പറ്റും. പിന്നെയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ കുറേ പ്രത്യേകതകളുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഇതേപോലെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെടികൾ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ സ്ഥലം നമുക്ക് വളരെ കുറച്ച് മതി. അത് മാത്രമല്ല കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഇവിടെ ബാധിക്കുന്നില്ല. മഴയായാലും വെയിലായാലും ഇവിടെ അത് പ്രശ്നമില്ല അല്ലേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് തന്നെ പറയാം. പിന്നെയാണ് ഫാമിംഗ് ഇൻ പോട്ട്സ്. നമുക്ക് ചെടിച്ചട്ടികളിൽ കൃഷി ചെയ്യാം. അത് തന്നെ നമുക്ക് ടെറസിൽ ചെയ്യാം അല്ലെ. നമ്മുടെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന മൂവിയിൽ നമുക്ക് ടെറസ് ഫാമിങ്ങും അതുപോലെ ഗ്രീൻ ഹൗസ് ഫാമിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ മെത്തേഡ്സ് ആലോചിച്ച് വെക്കുക. സ്ഥലപരിമിതി മറികടക്കാൻ നിങ്ങളോട് ഏതെങ്കിലും 2 മെത്തേഡ്സ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് പറയേണ്ടത്. ഓക്കെ, യെസ്, പോട്ട് കൾട്ടിവേഷൻ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടെറസ് കൾട്ടിവേഷൻ ഒക്കെ പറയാം. ഇനി നമ്മുടെ വെർട്ടിക്കൽ ഫാമിംഗ്. എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറേ സ്റ്റാക്ഡ് ലെയേഴ്സ്, അതായത് അടുക്കി കുറേ ലെയേഴ്സ് ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണ് ചെയ്യണത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും യൂസ് ചെയ്യാം. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണിന് പകരം ന്യൂട്രിയൻസ് ഉള്ള വെള്ളത്തിൻ്റെ അകത്താണ് ചെടികളുടെ വേര് മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ വെള്ളത്തിനകത്ത് ചെടികൾക്ക് ന്യൂട്രിയൻസ് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. എയ്റോപോണിക്സ് എന്ന് പറഞ്ഞാലോ ജസ്റ്റ് വേരിൻ്റെ മുകളിലേക്ക് നമ്മൾ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ മണ്ണിൻ്റെ ആവശ്യകതയെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പരിമിതമായ സ്ഥല സൗകര്യങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പറ്റിയിട്ടുള്ള കൃഷി രീതിയാണ്. പിന്നെ നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച് ഇതിനെ ബാധിക്കുന്നില്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ ഇവിടെ കവർ ചെയ്തതായതുകൊണ്ട് കീടബാധയിൽ നിന്ന് വരെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്നതുകൊണ്ട് വേറെയും കുറേ ഗുണങ്ങളുണ്ട്. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ഥലപരിമിതി മറികടക്കാനുള്ള നമ്മളുടെ കൃഷി രീതികൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് നമ്മുടെ വളം അല്ലേ. നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാ മക്കളെ? എന്തിനാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ ചെടികൾക്ക് ന്യൂട്രിയൻസ് കിട്ടണം. അപ്പോൾ ഈ ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ കിട്ടാനാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളമിടിയിൽ പല തരത്തിലുണ്ട് അല്ലേ. പല തരത്തിൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തത് നമുക്കിങ്ങനെ എറിഞ്ഞു കൊടുക്കും, അതായത് നമ്മുടെ സോയിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എറിയും.
കൃഷിയിടങ്ങളിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ചിലത് നമ്മൾ റൂട്ടിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളുണ്ട്, ചിലത് ലിക്വിഡ് ഫോമിലാകുമ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വളങ്ങൾ എന്തിനാണ്? നമ്മുടെ ന്യൂട്രിയൻസ് ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് തന്നെ 2 തരത്തിലുണ്ട് മക്കളെ. ഇമ്പോർട്ടൻറ്റ് എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും. അപ്പോൾ മാക്രോ എന്ന് പറയുമ്പോൾ തന്നെ വലുതാണ്, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അളവിൽ മതി. ഓക്കെ, മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജാണ്. മാർക്കോ അല്ല, മാക്രോ, അതായത് കുറേ അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇത് പഠിക്കാൻ മിസ് എൻ്റെ കുട്ടിയൊക്കെ ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ കോഡ് മിസ് ഇതാ സിനിമയല്ല ഒരു കാർട്ടൂൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിൻ്റെ കോഡ്. എന്താണ്? നമ്മുടെ സുൾഫി നൈറ്റിൽ കാലിക്കറ്റ് ഉള്ള ഒരു ഫോറസ്റ്റിൽ പോയി. ആ ഫോറസ്റ്റിന് എന്ത് കിട്ടി? പൊട്ട മാഗ്നറ്റ് കിട്ടി. അപ്പോൾ സുൾഫിയാണ് നമ്മുടെ സൾഫർ അല്ലേ? നൈറ്റിൽ അപ്പോൾ നൈട്രജൻ, കാലിക്കറ്റ് ഉള്ള കാൽഷ്യം, ഫോറസ്റ്റ് ഫോസ്ഫറസ്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ കിട്ടിയേ? പൊട്ട മാഗ്നറ്റ്. ഉണ്ടോ? പൊട്ടിക്കിടക്കുക. പൊട്ട ഫോർ പൊട്ടാസ്യം, മാഗ്നറ്റ് ഫോർ മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മാക്രോ ന്യൂട്രിയൻസിൻ്റെ കാറ്റഗറി. ഇതിൻ്റെ മക്കൾക്ക് സെറ്റല്ലേ? ഓക്കെ, ഇനി നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിന് നമുക്കൊരു കഥയുണ്ടല്ലേ? മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കഥ എന്താ? നമ്മുടെ മോളിയും ഐറനും അതുപോലെ തന്നെ നിക്കും. ഓക്കെ, അപ്പം മോളിബ്ഡിനം, അയേൺ, നിക്കൽ, ഇവർ 3 പേരും ഇങ്ങനെ വെറുതെ ഇരുന്ന് അപ്പോൾ ബോറടിച്ചു. അപ്പോൾ ബോറോൺ ഇവരെന്ത് ചെയ്തു? നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാൻ. ചില ആൾക്കാർ ബോറടിച്ചാൽ ഷോപ്പിംഗ് ചെയ്യും. അപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ്? ക്ലോത്ത് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ക്ലോത്ത് ഫോർ ക്ലോറിൻ. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാഗ് എടുക്കണ്ടേ? ബാഗ് ഫോർ ബേരിയം. അങ്ങനെ അവർ എവിടെയാണ് ഷോപ്പിങ്ങിന് പോയത്? നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള ടൗണിലൊക്കെ പോവും. ഇവർ പോയത് സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂർ സിങ്ക്. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് പോയത്? ഫ്ലൈറ്റിലൊന്നുമല്ല, കാർ ഓടിച്ചാണ് പോയത്. ഏത് കാറാ? മിനി കൂപ്പർ. അപ്പോൾ കൂപ്പർ കോപ്പർ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള മൂഡൊക്കെ മാറി. അവർ എന്ത് കഴിച്ചു? മാംഗോ കഴിച്ചു. അപ്പം മാംഗനീസ്. ഓക്കെ, ജസ്റ്റ് ഈ കോഡ് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കിട്ടും. റെഡി? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിത്ത് എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെയാണ് നമുക്ക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ടൈപ്പ്. നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് നാനോ ഫെർട്ടിലൈസർ. പേര് തന്നെ കണ്ടോ? നമ്മുടെ നാനോ കാറൊക്കെ ഇല്ലേ? ടാറ്റിൻ്റെ നാനോ കാർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. അപ്പോൾ നാനോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അളവിൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കൃത്രിമ വളങ്ങളുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസർ. പിന്നെ ബയോ ഫെർട്ടിലൈസർ അഥവാ ജീവാണു വളം. അവിടെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ് ഉണ്ടാവുക. പിന്നെ ജൈവാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് റെസിഡ്യൂ. ഇത് നമ്മളോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മളോട് കുറച്ച് കർഷകരുടെ കൃഷിരീതി പറയും, ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഏത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ദോഷം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നാനോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് തന്നെ എന്താണ്? നാനോ ചേർത്ത് കൊടുത്താൽ മതി. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്, നാനോ പാർട്ടിക്കിൾസ്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ തന്നെ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഫോമിലിട്ടാൽ നാനോ ഫെർട്ടിലൈസർ റെഡി. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മതി. ചെടികൾക്ക് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നില്ല? സോയിലിൻ്റെ സ്ട്രക്ചറോ കെമിക്കൽ സ്ട്രക്ചറോ ഘടനയിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. വളരെ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, വിത്ത് എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക, എക്സാമിന് ചോദിക്കും. പിന്നെയാണ് ജീവാണു വളം അല്ലെങ്കിൽ നമ്മൾ ബയോ ഫെർട്ടിലൈസർ. അപ്പോൾ ജീവാണു എന്ന് കേൾക്കുമ്പോൾ ഒരു ജീവൻ്റെ തുടിപ്പ് അവിടെ ഉണ്ടല്ലേ? അപ്പോൾ ജീവനുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള റൈസോബിയം, എസോസ്പൈറിലം, അതുപോലെ തന്നെ മൈക്കോറൈസ. ഇതൊക്കെ നൈട്രജൻ ഫോസ്ഫറസിൻ്റെ ഒക്കെ ഫിക്സേഷന് സഹായിക്കും, സ്ഥിരീകരണത്തിന് സഹായിക്കും. പിന്നെ സൂക്ഷ്മജീവികളെ മണ്ണിലേക്ക് ചേർക്കും. അതുകൂടാതെ മണ്ണിൻ്റെ ഘടനയ്ക്കും അതുപോലെ തന്നെ കെമിക്കൽ സ്ട്രക്ചറിനൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. ഓക്കെ, അടുത്തതാണ് ജൈവാവശിഷ്ടങ്ങൾ, ഓർഗാനിക് റെസിഡ്യൂ. ഓർഗാനിക് റെസിഡ്യൂ അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതൊക്കെ ഇല്ലേ? എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടി, ഇതൊക്കെ അവശിഷ്ടങ്ങളാണ് അല്ലേ? അതിനെയാണ് നമ്മൾ ജൈവാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത് മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും അതായത് ഡീകമ്പോസേഴ്സിനോ സോയിലിൻ്റെ സ്ട്രക്ചറിനോ ഒരു ദോഷവും വരുത്തുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കുറേ അളവിൽ വേണം. കുറച്ചിട്ട് കൊടുത്താൽ, അപ്പോൾ നമ്മുടെ നാനോ ഫെർട്ടിലൈസർ കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലെ ഓർഗാനിക് റെസിഡ്യൂ കുറേ ചാണകപ്പൊടി ഇടണം, കുറേ എല്ലുപൊടി ഇടണം, കുറേ കമ്പോസ്റ്റ് ഇടണം, കുറേ ഇട്ട് കൊടുക്കണം. അത് മാത്രമല്ല ഈ പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. കാരണം ഈ റെസിഡ്യൂസ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള വിഘാടകരാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് അവിടെ ലഭ്യമാക്കുന്നത്. സോ ബയോ റെസിഡ്യൂസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാലേ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ വേസ്റ്റ് ഇട്ട് കൊടുത്തു എന്ന് കരുതാം. അപ്പോൾ മണ്ണിലുള്ള
നമ്മുടെ ബാക്ടീരിയ, പുഴുക്കൾ ഇവരെല്ലാം ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് വേണം ചെടികൾക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ. അതായത് കുറേ ടൈം എടുക്കും, ലോങ് ടേം പ്രോസസ്സാണ്. പക്ഷേ ആർക്കും ഒരു ദോഷമൊന്നുമില്ല, പക്ഷെ കുറേ അളവിൽ വേണം, പിന്നെ ലോങ് ടേം പ്രോസസ്സാണ്, പിന്നെ എല്ലാ ന്യൂട്രിയൻസ് ഒന്നും കിട്ടുമൊന്നുമില്ല. വിഘാടകർ ഏതൊക്കെ ന്യൂട്രിയൻസ് സ്വതന്ത്രമാക്കുന്നോ അത്രയും കിട്ടുള്ളൂ. യെസ്, നമ്മുടെ എക്സാമ്പിൾസ് ആണ് കമ്പോസ്റ്റ് പറയാം, നമ്മുടെ ചാരമില്ലേ ആഷ് പറയാം, പിന്നെ ബോൺ മീൽ പറയാം എല്ലുപൊടി, പിന്നെ നമ്മുടെ ചാണകം, ഇതൊക്കെ എന്താണ് നമ്മുടെ ജൈവാവശിഷ്ടങ്ങളിൽ വരും. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ കെമിക്കൽ ഫെർട്ടിലൈസർ. ഇതും നാനോ ഫെർട്ടിലൈസറും ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ നാനോ ഫെർട്ടിലൈസർ കുറച്ച് മതിയെന്നേ ഉള്ളൂ. ഇതും സസ്യങ്ങൾക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറഞ്ഞ അളവിൽ മതി. എക്സസീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയ്ക്കും ഡീകമ്പോസസിനും ഡേഞ്ചറസ് ആണ്. ഓക്കെ, നമ്മുടെ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അതുപോലെ തന്നെ അമോണിയം സൾഫേറ്റ്, എല്ലാത്തിൻ്റെ മുന്നിൽ ഇവിടെ അമോണിയ ഉണ്ട്. മറ്റേത് എന്താ? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്. ഇതിൻ്റെ ഇടയിൽ അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്, പിന്നെ യൂറിയ. സിമ്പിൾ. ഓക്കെ, വിത്ത് എക്സാമ്പിൾ ആണ് ഇത് എക്സാമിന് ചോദിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. സദാ ഇമ്പോർട്ടൻ്റ് എന്ന് ഇവിടെ മാർക്ക് ചെയ്തേക്കാം. എന്തായാലും പഠിക്കണം കേട്ടോ. നോട്ട് കിട്ടുമ്പോൾ ഇത് എന്തായാലും വായിച്ചു നോക്കണം, നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ അടുത്തതാണ് മക്കളെ നമ്മുടെ ലോക്കൽ വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ. ഓക്കെ, അപ്പോൾ ലോക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ വളരുന്ന ചെടികളാണ് ലോക്കൽ വെറൈറ്റീസ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂവാണ്ടൻ മാങ്ങ, കിളിച്ചുണ്ടൻ മാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന വെറൈറ്റീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഭയങ്കര വലുതും ഭയങ്കര ടേസ്റ്റും ഒന്നും ആയിരിക്കണം എന്നില്ല, പക്ഷേ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ നേച്ചറുമായിട്ട് ഒരു ഹാർമണിയിലായിരിക്കും ഇവർ പോകുന്നത്. അതായത് നമ്മുടെ ക്ലൈമറ്റിലുള്ള ചേഞ്ചൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് ക്ലൈമറ്റിൽ പെട്ടെന്ന് മാറ്റം വന്നാലും ഇവരെ അത് ബാധിക്കില്ല. നാച്ചുറലി അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും, കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. പിന്നെയോ ഇവർക്ക് കൂടുതൽ പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല, കൂടുതൽ കീടനാശിനിയൊന്നും അടിച്ചു കൊടുക്കണ്ട, കാരണം ഓൾറെഡി ഇവർക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. പിന്നെ എന്താ, മിനിമൽ ഫെർട്ടിലൈസർ മതി, കാരണം മണ്ണിലുള്ളതൊക്കെ നല്ലപോലെ ആഗിരണം ചെയ്യാനുള്ള നല്ല സ്ട്രോങ് റൂട്ടും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. പിന്നെ നല്ല ഇക്കണോമിക്കൽ ആയിരിക്കും. ഇക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ പെസ്റ്റിസൈഡ് അടിക്കേണ്ട, കൂടുതൽ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അവർ നല്ലപോലെ തന്നെ അങ്ങ് വളർന്നോളും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പൈസ കർഷകർക്ക് ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? നമ്മുടെ ചുറ്റുപാടുള്ള നാച്ചുറൽ പോളിനേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ബെനിഫിഷ്യൽ ഇൻസെക്ട്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോക്കൽ വെറൈറ്റീസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ: പോഷക ഗുണമുള്ളതാണ്, പരിസ്ഥിതിയോട് ഇണങ്ങി വളരും, കാലാവസ്ഥാ മാറ്റത്തിന് അതിജീവിക്കും, സ്വാഭാവികമായി പ്രതിരോധമുള്ളതിനാൽ കൂടുതൽ കീടനാശിനിയുടെ ആവശ്യമില്ല, കീടനാശിനികൾ കൂടുതൽ ആവശ്യമില്ല, വളം കുറച്ച് മതി, അതുകൊണ്ട് തന്നെ ചെലവ് കുറവാണ്, പ്രാണികളെ നിലനിർത്തുന്നതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് റെഡിയാണോ? ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് നമ്മുടെ മികച്ച നടീൽ വസ്തുക്കൾ അല്ലെ. ബെറ്റർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അപ്പോൾ അതിലെ കുറച്ച് മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഗ്രാഫ്റ്റിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബഡ് എടുത്ത് നമ്മുടെ ഒരു സയനും ഉണ്ടാവും സ്റ്റോക്കും ഉണ്ടാവും, രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്നു. പിന്നെ ബഡ്ഡിങ് ഉണ്ട് അല്ലേ, നമ്മൾ ഒന്നിൻ്റെ ബഡ് എടുത്തിട്ട് വേറൊന്നിൽ കൊണ്ടുപോയി ഇട്ടിച്ചു കൊടുക്കുന്നു. പിന്നെ ലെയറിങ് ഉണ്ട്, വേര് മുളപ്പിക്കുന്ന പണിയാണ്. ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, 2 ഡിഫറെൻറ്റ് ക്വാളിറ്റീസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് GM ക്രോപ്സും ടിഷ്യൂ കൾച്ചറുമാണ്. GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 7ാം ക്ലാസ് പഠിച്ചത്. ഇത് നമ്മുടെ ഗ്രാഫ്റ്റിംഗ്, ഇത് ലെയറിങ്, ഇത് നമ്മുടെ ബഡ്ഡിങ് ആൻഡ് ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളത് ഒന്നാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്താ ചെയ്യാം, നമ്മൾ ആദ്യം നമ്മളൊരു ചെടി, ഇതാണ് നമ്മുടെ ചെടി. ഓക്കെ, ഈ ചെടീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നെങ്കിൽ അതിൻ്റെ ലീഫിലെ സെൽസ് എടുക്കാം, സ്റ്റെമ്മിലെ സെൽസ് എടുക്കാം, റൂട്ടിലെ സെൽസ് എടുക്കാം, ഏതെങ്കിലും കുറച്ച് സെൽസ് എടുത്തിട്ട് അതിനെ നമ്മൾ ലാബിൽ കൊണ്ടുവന്ന് ന്യൂട്രിയൻ മീഡിയത്തിൽ വളർത്തും. അങ്ങനെ വളർത്തുമ്പോൾ എന്താണ്, അത് കുറേ സെൽസായിട്ട് മാറും. പിന്നെ നമ്മൾ അതിൽ വേര് മുളപ്പിക്കും, പിന്നെ അതിന് വേരിൽ നിന്ന് പിന്നെ നമ്മുടെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ വന്ന് അത് പുതിയൊരു ചെടിയാക്കി മാറ്റും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ടോ ഏതെങ്കിലും ഒരു സെല്ല് എടുത്തിട്ടോ പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഇവിടെ കിട്ടും. ഓക്കെ, സോ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത്. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്ന് കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കണേ. ഓക്കെ,
യെസ്. സോ ദിസ് ടെക്നിക് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ലാർജ് നമ്പർ. ഇത് കുറേ ചെടികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചറിൽ ഒന്നേ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അറ്റ് എ ടൈം, കാരണം ഒരു സെല്ല് എടുത്തിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ കുറേ സെൽസ് ഉണ്ടാവും. കുറേ സെൽസിൽ നിന്ന് കുറേ ചെടികൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ അനുയോജ്യമായ ഭാഗം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടിഷ്യൂനെ കൾച്ചർ ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ അതേ ക്വാളിറ്റീസ് പുതിയതായിട്ട് ഉണ്ടാവുന്ന ചെടികൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ നമ്മുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ഈ ടിഷ്യൂ കൾച്ചറും GM ക്രോപ്പും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുണസവിശേഷതകൾ എന്തൊക്കെ? ടിഷ്യൂ കൾച്ചറിൻ്റെ ഗുണസവിശേഷതകൾ പാരന്റ് പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? ജെനറ്റിക്കലി മോഡിഫൈഡ്, അതായത് ഒരു ചെടിക്ക് അതിൻ്റെതായിട്ടുള്ള ജീൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് മാറ്റം വരുത്തുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പം ഒരു ചെടി ഉണ്ടാവും, ആ ചെടിക്ക് എപ്പോഴും കീടബാധ വരുന്നു, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വരുന്നു എന്ന് കരുതാം. നമ്മൾ അതിൻ്റെ ജീൻസിൽ മാറ്റം വരുത്തും, അല്ലെ? നമ്മളൊരു സൂപ്പർ പവർ അതിന് കൊടുക്കും, അതായത് ഈ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൊടുക്കും. അപ്പോൾ അത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയി. അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ മോഡിഫൈ ചെയ്തതാണ്. നമ്മൾ കാറൊക്കെ മോഡിഫൈ ചെയ്യില്ലേ, അതേപോലെ. ഓക്കെ, സോ ഇൻ ക്രോപ്സ് ന്യൂ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെടിക്ക് ഒരു പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ജീൻസിൽ മോഡിഫിക്കേഷൻ വരുത്തിയപ്പോൾ ആ ചെടികൾക്ക് കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള പുതിയൊരു കഴിവ് കിട്ടി. അതാണ് ന്യൂ ട്രേറ്റ്. ന്യൂ ട്രേറ്റ് ക്യാൻ ബി ഇൻകോപ്പറേറ്റഡ് ബൈ ഓൾട്ടറിങ് ഇറ്റ്സ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ ഗുണസവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഗോൾഡൻ റൈസ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഗോൾഡൻ റൈസ് ഉണ്ടാക്കി. BT കോട്ടൺ, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ചെടി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ BT സോയ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക BT ബ്രിഞ്ചോളൊക്കെ ഉണ്ട് കേട്ടോ. സോ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റ്, വീടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സോയാബീൻ, പിന്നെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള റൈസ് വെറൈറ്റി. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാം. യെസ്, ഇത് റെഡിയാണോ? റെഡി. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? GM ക്രോപ്സിൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നല്ലപോലെ വിളവ് കിട്ടും, മോർ ഈൽഡ് കിട്ടും, പെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് കോട്ടൺ ചെടീനെ പറഞ്ഞതുപോലെ. പിന്നെ എന്താണ്, ഫാമേഴ്സിന് പുതിയ പെസ്റ്റിസൈഡും വീഡിസൈഡും ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂവർ പെസ്റ്റിസൈഡ് മതി, കാരണം ഇവർ ഓൾറെഡി പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ചെടികളായി മാറിയിട്ടുണ്ട്. പിന്നെ ക്രോപ്പ് സ്റ്റേ ഫ്രഷ് ഫോർ മോർ ഡേയ്സ്, അല്ലെ? പെട്ടെന്ന് ചില ചെടികളൊക്കെ പെട്ടെന്ന് കേടായി പോകും. പ്രത്യേകിച്ച് നമ്മുടെ തക്കാളി. നമുക്ക് ഒരു ദിവസം നമുക്കൊരാഴ്ചയൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റും, അല്ലേ? പക്ഷേ നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള തക്കാളി ജെനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തി ഉണ്ടാക്കിയാൽ കുറേ കാലം തക്കാളി കേടാവാതെ നിൽക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ക്രോപ്പ് സ്റ്റേ ഫ്രഷ് ഫോർ മോർ ഡേയ്സ്. പിന്നെയോ സം GM ക്രോപ്സ് ഗ്രോ ഈവൻ ഇൻ ഡ്രൈ ആൻഡ് ബാഡ് സോയിൽ. അല്ലെ, ചിലതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രതികൂല സാഹചര്യത്തിൽ പോലും വളരാൻ പറ്റുന്ന രീതിയിൽ മാറ്റം വരുത്തും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജനിതക മാറ്റം വരുത്തിയ GM ക്രോപ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇത് ചിലപ്പം നമുക്ക് ഉപകാരം ചെയ്യുന്ന കുറേ പ്രാണികൾക്ക് ചിലപ്പോൾ ദോഷകരമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്പെൻസീവ് ആണ്, ഭയങ്കര വില കൂടുതലാണ്. പിന്നെ എന്താ, സം പീപ്പിൾ ഫിയർ ഇറ്റ് മേ കോസ് അലർജി. അതായത് ഇപ്പോൾ ജെനറ്റിക് മാറ്റം വരുത്തിയതല്ലേ, ജനിതക മാറ്റം വരുത്തിയതായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടല്ല, ഇല്ലെങ്കിൽ ഇത് നമ്മൾ കഴിച്ചാൽ, ഇപ്പോൾ നമ്മൾ BT സോയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അലർജി വരുമെന്ന് ചില ആൾക്കാർക്ക് പേടിയുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ നാച്ചുറൽ വെറൈറ്റീസിന് നഷ്ടം വരും. കാരണം നമ്മളിങ്ങനത്തെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ വെറൈറ്റീസ് പിന്നെ ആരും ഉപയോഗിക്കാതെയാവും. അപ്പോൾ ലോക്കൽ വെറൈറ്റീസ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീഡൊക്കെ ഡീൽ ചെയ്യുന്നത് വലിയ വലിയ കമ്പനീസാണ്. അപ്പോൾ സാധാരണ കർഷകരിൽ ഇത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. ഇത് കഴിഞ്ഞ തവണയൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ജലപരിമിതി മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഭയങ്കര മഴ, ഒരു സമയത്ത് ഭയങ്കര വെയിൽ, അല്ലേ? അപ്പം നമ്മൾക്ക് ഈ ജലപരിമിതി മറികടക്കാൻ എന്തൊക്കെ ചെയ്യാം? ഓക്കെ, 4 മെത്തേഡ്സ് ആണ്. ഈ 4 മെത്തേഡ്സും എക്സാമിന് ചോദിക്കും. ഏതൊക്കെയാണ്? ഒന്നാണ് ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹം. രണ്ടാമത്തതാണ് നമ്മളുടെ ഡ്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ, നമ്മൾ പറയും തുള്ളി നന. മൂന്നാമത്താണ് വിക്ക് ഇറിഗേഷൻ, തിരി നന. നാലാമത്തതാണ് മൾച്ചിങ് അഥവാ പുതയിടൽ. ഈ 4 മെത്തേഡ് വിത്ത് പിക്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഹരിതഗൃഹം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളൊരു പോളിത്തീൻ അല്ലെങ്കിൽ നൈലോണ്ട് അല്ലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നമ്മൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലം മുഴുവൻ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും അവിടെ കൃഷി ചെയ്യാം. മഴയായാലും പ്രശ്നമില്ല, വെയിലായാലും പ്രശ്നമില്ല. പിന്നെ ഇത് മൊത്തത്തിൽ കവർ ചെയ്തതായതുകൊണ്ട് കീടബാധ കുറവായിരിക്കും, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറവായിരിക്കും. പെസ്റ്റ് അറ്റാക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും, കാരണം ഇത് മൊത്തത്തിൽ കവർ ചെയ്തതുകൊണ്ട്. പിന്നെ എന്താണ്, റെയിനി സീസണിലും സമ്മർ സീസണിലും നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒന്നുകിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നൈലോൺ അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഈ പിക്ചർ തന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാം, ഏത് മെത്തേഡാണെന്ന് ചോദിക്കാം. പിന്നെ ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നന. നോക്കിക്കേ, തുള്ളിയായിട്ട് വെള്ളം വിറ്റാണ്. അപ്പം മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ നഷ്ടം കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ പൈപ്പും വാൽവുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അല്ലേ. നമ്മൾ പൈപ്പ് നല്ലപോലെ അടിച്ചിട്ടില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തുള്ളി ഇറ്റിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ദിസ് ഇസ് എൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്സ് ആൻഡ് വാൽവ്സ്. നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ എന്ത് ചെയ്യാം, വാൽവിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് ചെടിച്ചട്ടിയിലേക്ക് വെള്ളം തുള്ളിയായിട്ട് വീഴുന്നത് പോലെ ആക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ചെടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളം എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ വിക്ക് ഇറിഗേഷൻ അഥവാ തിരിനന. ഇതിൻ്റെയും ഒരു ഗുണം, ഇത് വെള്ളം നഷ്ടം നമുക്ക് കുറയ്ക്കാം. ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൈപ്പിനും വാൽവിനും പകരം ഒരു വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തിരി ഉണ്ടാക്കും. ആ തിരി നേരെ നമ്മുടെ ചെടികളുടെ റൂട്ടിലേക്കാണ് കൊടുക്കുക. അപ്പം നേരെ വെള്ളം ചെടികളുടെ റൂട്ടിലേക്ക് എത്തും. ഓക്കെ, സോ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് ഡയറക്ട്ലി സപ്ലൈയിങ് വാട്ടർ ടു ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ് ത്രൂ കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഫിൽട്ടർ ഫ്രം എ വാട്ടർ സോഴ്സ്. ഇതാണ് നമ്മുടെ വിക്ക് ഇറിഗേഷൻ അല്ലെ തിരിനന. ഇതിന് കുറച്ച് വെള്ളം കൊണ്ട് അല്ലേ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനേക്കാൾ കുറച്ച് വെള്ളം മതി. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ തിരിനനയുടെ കേട്ടോ. ഇനി ലാസ്റ്റാണ് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ. മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം മണ്ണിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഇവാപ്പറേഷൻ. നമ്മൾ നല്ല ചൂട് കാലത്ത് മണ്ണെല്ലാം ഭയങ്കര ഡ്രൈ ആയിപ്പോവും അല്ലേ. കാരണം എന്താ, മണ്ണിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കൃഷി ചെയ്യുന്ന ആ മണ്ണിൽ വൈക്കോലോ ഒന്നുകിൽ നമ്മൾ വൈക്കോലോ സോയിൽ അല്ലെങ്കിൽ ഡ്രൈ ലീവ്സ് ഒക്കെ വെച്ച് കവർ ചെയ്യും. അപ്പോൾ ആ വെള്ളം മണ്ണിൻ്റെ അകത്തുള്ള വെള്ളം എവിടെയും പോകാതെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവാപ്പറേഷൻ കുറയ്ക്കാം. അപ്പോൾ സോയിലിൻ്റെ അകത്ത് വെള്ളം എപ്പോഴും നിലനിൽക്കും. ഇതാണ് മൾച്ചിങ്. ഓക്കെ, യെസ്, ഈ 4 മെത്തേഡ് എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അല്ലേ. കൃഷിയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, കീടബാധ. അപ്പോൾ കീടബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? കീടബാധ ഒഴിവാക്കാൻ, പെസ്റ്റിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 3 ആൾക്കാരുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അപ്പം ശ്രദ്ധിക്കാം. ആരാണ് ഇത്? കണ്ടോ, പോഡ് ബോററാണ്, കായതുരപ്പൻ പുഴു. ഇത് കണ്ടോ, ലീഫ് റോളർ, ലീഫിന് ഇങ്ങനെ ചുരുട്ടുന്ന പുഴുവാണ്. ഇതാണ് സ്റ്റെം ബോറർ, ബ്രിഞ്ചോളിൽ കാണുന്നതാണ്. അപ്പം എവിടെ കാണുന്നു, അതുപോലെ തന്നെ എന്താണ് പേരെന്നുള്ളത് നോട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് 2-3 തവണ കണ്ടിട്ടുണ്ട്. ഓരോ പുഴുവിൻ്റെയും പേര് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കർഷകർക്ക് ഫുൾ നാശനഷ്ടം വരുത്തും. പക്ഷേ കർഷകർക്ക് എന്ത് ചെയ്യണ്ട, ഇവരെ മൊത്തത്തിലൊന്നും കൊല്ലണ്ട. കർഷകർ പറയും അവരും കഴിച്ചോട്ടെ, അവരുടെ ഭക്ഷണമല്ലേ, പക്ഷേ നമുക്ക് നാശനഷ്ടം വരുത്താതിരുന്നാൽ മതി. നമുക്ക് അവരെ മൊത്തത്തിലൊന്നും ഒഴിവാക്കണ്ട, അവർ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമുക്ക് നാശം ഉണ്ടാവുന്ന തരത്തിലേക്ക് അവർ മാറരുത്. അതുകൊണ്ടാണ് കർഷകരെല്ലാം എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ സംയോജിത കീടനിയന്ത്രണം. അതായത് കർഷകർക്ക് വേണം എന്ത് ചെയ്യുക, മൊത്തത്തിൽ അങ്ങോട്ട് പെസ്റ്റിസൈഡ് അടിക്കാം അല്ലേ, കീടനാശിനി തളിച്ച് എല്ലായിടത്തിനെയും കൊല്ലാം. പക്ഷേ കർഷകർ പറയും നമുക്കതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, അവരുടെ എണ്ണം ഒന്ന് നിയന്ത്രിച്ചാൽ മതി. അപ്പോൾ അവർ പല മെത്തേഡുകൾ ഒരുമിച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് മെക്കാനിക്കൽ കൺട്രോൾ അവർ ഉപയോഗിക്കും. മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാണ്. അതിന് സ്റ്റിക്കി ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്. ഇത് ലൈറ്റ് ട്രാപ്പാണ്, ഇത് സ്റ്റിക്കി ട്രാപ്പാണ്, ഇത് ഫെറമോൺ ട്രാപ്പാണ്. ഇങ്ങനത്തെ ട്രാപ്പുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? കീടങ്ങളെ നിയന്ത്രിക്കും. പിന്നെ അവരെന്ത് ചെയ്യും? ബയോളജിക്കൽ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യും. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്ര കീടങ്ങളുണ്ട്, ഫ്രണ്ട്ലി പെസ്റ്റ്, കീടങ്ങളെ തിന്നുന്ന കീടങ്ങളുണ്ട് കീടങ്ങളെ തിന്നുന്ന പ്രാണികളുണ്ട്. ഇതാണ് നമ്മുടെ ലേഡി ബേർഡ് ബീറ്റിൽ. ലേഡി ബേർഡ് ബീറ്റിലൊക്കെ എന്ത് ചെയ്യും? കീടങ്ങളെ തിന്നുകളയും. ഓക്കെ, അങ്ങനെ ഒന്നിലധികം മെത്തേഡ്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IPM എന്ന് പറയും. ഓക്കെ, ഇനി പെസ്റ്റിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണെങ്കിൽ ആവശ്യമുള്ള അളവിൽ കെമിക്കൽ പെസ്റ്റിസൈഡും ഉപയോഗിക്കും.
ഓക്കെ, അത്രേ ഉള്ളൂ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ദ നീഡ് ഓഫ് ഫാർമേഴ്സ് ഇസ് നോട്ട് ടു കിൽ ദ പെസ്റ്റ്, മൊത്തത്തിൽ ഇൻസെക്ട്സിനെ കില്ല് ചെയ്യണ്ട, ബട്ട് ടു കൺട്രോൾ ദിയർ മൾട്ടിപ്ലിക്കേഷൻ, അവരിങ്ങനെ പെരുകുന്നതൊന്ന് നിയന്ത്രിക്കണം അല്ലേ, വിത്തൗട്ട് ഹാം ടു ക്രോപ്സ്, വിളകൾക്കൊന്നും കേട് വരാത്ത രീതിയിൽ അവരുടെ എണ്ണത്തിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി, മൊത്തത്തിലൊന്നും നശിപ്പിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, യാന്ത്രിക കീട നിയന്ത്രണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് നെറ്റും ട്രാപ്പും ഒക്കെ ഉപയോഗിക്കും, ഫ്രണ്ട്ലി പെസ്റ്റിന് ഉപയോഗിക്കും, മിത്രകീടങ്ങളെ നമ്മളെ ലേഡി ബേർഡ് ബീറ്റിലൊക്കെ ഉപയോഗിക്കും, ആൻഡ് യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, പെസ്റ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ഉപയോഗിക്കും. പെസ്റ്റിസൈഡ്സ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, കീടങ്ങൾ ഭയങ്കരമായിട്ട് പെരുകുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള അളവിൽ നമുക്ക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാം. അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? കീടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ രണ്ട് ഇൻ്റഗ്രേഷൻ ആണല്ലേ. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, പല സാധനങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ, ഒന്നിലധികം പെസ്റ്റ് കൺട്രോൾസ് ഒരുമിച്ച് ചെയ്യുക, മെക്കാനിക്കൽ കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ, കെമിക്കൽ കൺട്രോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുകയാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതോ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കൃഷി രീതികൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കന്നുകാലി വളർത്തലുണ്ട്, ഇവിടെ നമ്മുടെ കൃഷിയുണ്ട്, ഇവിടെ നമ്മുടെ ആട് വളർത്തലുണ്ട് അല്ലേ. അപ്പോൾ ഒന്നിലധികം കൃഷി രീതികൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പം നമ്മളിതാ നെൽകൃഷി ചെയ്യുകയാണ്. നെൽകൃഷിയിൽ നിന്നുള്ള അവരുടെ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ല. നെൽകൃഷിയിൽ നിന്നുള്ള നമ്മുടെ നെൽമണികൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാം, കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാം. അതുപോലെ കന്നുകാലികളുടെയും കോഴിയുടെയും അവിടെയുള്ള വേസ്റ്റ്, ചാണകവും വേസ്റ്റൊക്കെ ചെടികൾക്ക് മാന്യൂറായിട്ട് വളമായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പം തീറ്റ വാങ്ങാൻ വേറെ എവിടെയും പോകണ്ട, നെൽകൃഷിയിൽ നിന്ന് തന്നെ തീറ്റ കിട്ടും. ഇവർക്കുള്ള വളം വേറെ എവിടെയും പോകണ്ട, അവിടെ നിന്ന് തന്നെ കിട്ടും. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാല്, ചിക്കൻ, മുട്ട, അതൊക്കെ എവിടെ നിന്ന് തന്നെ കിട്ടും? ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. പിന്നെ സ്ഥലം നമുക്ക് മാക്സിമം ഉപയോഗിച്ചൂടെ അല്ലേ? അപ്പം മാക്സിമം സ്ഥലം ഉപയോഗിക്കാം. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. പിന്നെ ഒരു വിളയിൽ നിന്ന് നഷ്ടമുണ്ടായി, ഇപ്പോൾ പെട്ടെന്ന് പക്ഷിപ്പനി വന്ന് കോഴികളെല്ലാം ചത്തു, കുഴപ്പമില്ല, നമുക്ക് കന്നുകാലികളുണ്ട്, പിന്നെ നമുക്ക് കൃഷിയുണ്ട്, പച്ചക്കറിയുണ്ട്, നമുക്ക് ജീവിക്കാം. ഓക്കെ, പിന്നെയോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാം, കാരണം തീറ്റ ഇവിടുന്ന് കിട്ടും, വളവും ഇവിടുന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും അതുപോലെ തന്നെ കന്നുകാലികൾക്കുള്ള തീറ്റയും ഒരേ സ്ഥലത്ത് തന്നെ കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇത് നമ്മളത് ലാസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സ്മാർട്ട് ഫാമിംഗ്. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ടെക്നോളജി അഗ്രികൾച്ചറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് സ്മാർട്ട് ഫാമിംഗ്. അത് 4 തരത്തിലുണ്ട്: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്. അതിൽ ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ കൃഷിയിൽ പെട്ടെന്നൊരു പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കണ്ടു, ഒരു കീടബാധ കണ്ടു, നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ വേഗം ഒരു ഫോട്ടോ എടുക്കുന്നു, ചാറ്റ് GPT-ക്കോ ജെമിനിക്കോ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ചാറ്റ് GPT അല്ലെ ജെമിനി പറയും ഇതാണ് പ്രശ്നം അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ AI-ൻ്റെ സഹായത്തോടു കൂടി ഒരു പ്രശ്നം പരിഹരിക്കുകയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ സെൻസേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അന്തരീക്ഷത്തിൽ എത്ര മോയ്സ്ചർ ഉണ്ട്, എത്ര മണ്ണിൽ എത്ര ഫെർട്ടിലിറ്റി ഉണ്ട്, ന്യൂട്രിയൻസ് കുറവാണോ, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഹൈഡ്രോപോണിക്സ് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യാണ്? ചെടികളെ ന്യൂട്രിയൻ മീഡിയത്തിൽ വളർത്തുകയാണ്. സെൻസേഴ്സും പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെൻസേഴ്സ് പറയും ന്യൂട്രിയൻസ് കുറവാണെങ്കിൽ അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുക, ന്യൂട്രിയൻസ് കൂടുതലാണെങ്കിൽ ഇനി നിങ്ങൾ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യേണ്ട, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എയ്റോപോണിക്സ് എന്ന് പറഞ്ഞാൽ വാട്ടറും ന്യൂട്രിയൻസും കൂടി മിക്സ് ആക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ റൂട്ടിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എയറിലാണ് റൂട്ടുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റാണ് നമ്മുടെ മാർക്കറ്റിംഗ്. നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാർക്കറ്റിൽ എത്തിക്കണം. അപ്പോൾ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മിഡിൽമെൻ, ഇടനിലക്കാർ. ഇവരെന്ത് ചെയ്യും? ചെറിയ പൈസയ്ക്കൊക്കെ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെ ലാഭം മുഴുവൻ ഇവരാണ് എടുക്കുക. അവരൊരു 10 രൂപയ്ക്ക് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ആർക്കാ ലാഭം? കർഷകർക്ക് വെറും 10 രൂപ കിട്ടിയുള്ളൂ, ഈ ഇടനിലക്കാർക്ക് 90 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാം. നമ്മൾ കൃഷി ചെയ്യുന്ന രീതികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുക. കൃഷിയുടെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ ഫോട്ടോ എടുത്തിടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റ് ഓർഗാനിക് സാധനങ്ങളാണ് കിട്ടുന്നത്, നമ്മളെന്നും കള്ളത്തരം കാണിച്ച് കൊണ്ടുവരുന്നല്ല എന്നുള്ളൊരു വിശ്വാസ്യത ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യണം?
ഈ സാധനങ്ങൾക്ക് നമ്മൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൂടെ കിട്ടാൻ നോക്കാം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് പല ഭൂപ്രകൃതിയാണ്, നമ്മുടെ ഇന്ത്യയിലും അതെ. അപ്പോൾ ഓരോ ഭൂപ്രകൃതിയിലും വളരുന്ന ചെടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പാലക്കാടൻ മട്ട, അപ്പോൾ പാലക്കാടിൻ്റെ ഭൂപ്രകൃതിയിൽ വളരുന്ന ആ ഒരു നെല്ലിന്, ആ ഒരു മട്ടയായിരിക്കും പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു കിട്ടുന്ന പദവിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അല്ലെങ്കിൽ GI ടാഗ്, ഭൗമ സൂചികാ പദവി. ഓക്കെ, ദ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഇസ് ഗ്രാൻഡഡ് ബേസ്ഡ് ഓൺ ദ യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ഉണ്ടോ, പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ വെയർ ദ പ്രൊഡക്റ്റ് ഇസ് കൾട്ടിവേറ്റഡ്. അപ്പോൾ ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആ ഒരു വിളയ്ക്ക് എന്തുണ്ടാകും, പ്രത്യേക ടേസ്റ്റും കളറും മണവും വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ GI ടാഗ് കൊടുക്കുക. GI ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിന് നല്ല വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അതുപോലെ തന്നെ നമ്മുടെ മലബാർ പെപ്പർ എന്ന് പറഞ്ഞാൽ GI ടാഗ് കിട്ടിയതാ, കുറ്റിയാട്ടൂർ മാംഗോ എന്ന് പറഞ്ഞാൽ GI ടാഗ് കിട്ടിയതാ, തിരൂർ വെറ്റില GI ടാഗ് കിട്ടിയതാ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി GI ടാഗ് കിട്ടിയതാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വാല്യൂ കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ വ്യത്യസ്ത തരം കൃഷിരീതികൾ, ബനാന ലീഫ് കൃഷി ചെയ്യാം, ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, ഹോർട്ടിക്കൾച്ചർ, പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴിക്കൃഷി, കോഴി വളർത്തൽ, ഓർണമെൻ്റൽ നമ്മുടെ പിസിക്കൾച്ചർ അലങ്കാര മത്സ്യകൃഷി, പെസ്റ്റിനെ വളർത്തുന്നത്, ഓമന മൃഗങ്ങളെ വളർത്തുന്നത്, ഫ്ലോറിക്കൾച്ചർ പുഷ്പകൃഷി, ബിറ്റൽ കൾട്ടിവേഷൻ വെറ്റില കൃഷി, മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഫാമിംഗ് ഒക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് മൊബൈൽ ആപ്സ്. ഇപ്പോൾ അതാ പല തരത്തിലുള്ള മൊബൈൽ ആപ്സ് ഉണ്ട്. നമുക്ക് കാലാവസ്ഥ മനസ്സിലാക്കാൻ, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ മനസ്സിലാക്കാൻ, ചില കീടങ്ങളൊക്കെ ഒരു പ്രത്യേക സമയത്തിലാണ് ഇൻഫെസ്റ്റ് ചെയ്യുക, അപ്പോൾ അത് മനസ്സിലാക്കാൻ, നമുക്ക് അഗ്രികൾച്ചറൽ അഡ്വൈസ് കിട്ടാൻ ചില കൃഷി ഓഫീസേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആപ്പിലൂടെ നമുക്ക് അഡ്വൈസ് തരും. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓരോ സ്ഥലത്തും എത്രയാണ് വാല്യൂ എന്നൊക്കെ അറിയാൻ, പിന്നെ നമുക്ക് കർഷകർക്ക് ഗുണകരമായിട്ടുള്ള കുറേ പോളിസീസും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ നമ്മുടെ കൃഷി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയോ എൻ്റെ മക്കൾക്ക്? റെഡിയാണോ?